ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത, സങ്കടങ്ങളില്ലാത്ത വ്യക്തികളെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണല്ലേ. കാരണം ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് എന്താണ് പറയുക, അങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവുന്നത് നമ്മൾ ജനിച്ച സമയത്ത് മാത്രമായിരിക്കും. അപ്പോഴും എന്തെങ്കിലും രോഗങ്ങളോ വേദനകളോ ആയിട്ട് ജനിക്കുന്നവരാണെങ്കിൽ ആ വേദന അനുഭവിക്കേണ്ടതായി വരും. അല്ലാതെ ജനിച്ച നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സമയങ്ങളിലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയുന്ന പ്രായം തൊട്ടിട്ട് നമുക്ക് ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്നും കൂട്ടായിട്ടുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ അതിജീവിക്കാനും അതിജീവിക്കാതെ പോകാനും നമുക്ക് പറ്റാറുണ്ട്. ചിലതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതാണ്. നമുക്ക് വീണ്ടും വീണ്ടും അടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളത് ശീലപ്പെട്ടവരാണ്. നമുക്കത് ഒരിക്കലും പ്രശ്നമുള്ളൊരു കാര്യമല്ല. നമുക്കറിയാം ഇതിങ്ങനെയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. പക്ഷേ ചിലത് നമ്മൾ എത്ര തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് പോകണം എന്നില്ല. നമുക്കന്നേരം ഒരു കൈത്താങ്ങ് ഉണ്ടാവുക തന്നെ വേണം. ഒരാശ്വാസവാക്ക് പറയാൻ ഒരാൾ നമ്മുടെ അടുത്തുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മുന്നോട്ടിനി എന്തെന്ന് ചിന്തിച്ച് ഒരുപാട് വിഷമം, സങ്കടം മനസ്സിൽ തികട്ടി വരുന്നു. പക്ഷെ ആരോടും ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ആ ഒരു വിഷമത്തിൻ്റെ വ്യാപ്തി എനിക്ക് ആരെ അറിയിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നുണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് നേരത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനും ദൈവത്തെ ദ്വേഷിച്ച് പറയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് ദോഷിക്കലൊന്നും ഉണ്ടായില്ല, കാരണം വെച്ചാൽ നമുക്കിത് ശീലമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു സമാധാനമില്ല. സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. ഇനി എന്താ ദൈവമേ, മുന്നോട്ട് നോക്കുമ്പോൾ വലിയൊരു കടൽ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു പച്ചത്തുരുത്ത് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പുണ്ട്. അതിൽ ഇന്ന് വായിക്കാനുള്ളത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, അധ്യായങ്ങൾ കുറേ ഉണ്ട്, ആ ഒരു വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ദൈവം എനിക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇന്നലെ വായിക്കേണ്ട ഒരു വചനമായിരുന്നു. പക്ഷേ എനിക്കത് ഇന്നലെ വായിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഒരുമിച്ച് അതിന്ന് കൂട്ടത്തിൽ വായിച്ചതാണ്. പക്ഷേ എൻ്റെ ഇന്നത്തെ ആ ഒരു അവസ്ഥയിലേക്ക് വേണ്ടി അത് മാറ്റി വെച്ച പോലെയാണ് എനിക്കത് തോന്നിയത്. വല്ലാത്തൊരാശ്വാസം എനിക്കത് അതിലൂടെ ലഭിച്ചു. എന്താ പറയുക, നമ്മൾ വല്ലാതെ ഒരു മുങ്ങിത്താഴുമ്പോൾ നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടാമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആ വചനം വായിച്ചപ്പോൾ. ശരിക്കും ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചു പോവുമായിരുന്നു. കാരണം ഉള്ളിലെ ഈ സങ്കടങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് വരികയാണ്. ബൈബിൾ വായിക്കുമ്പോഴും എനിക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്തോ ആ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഞാനിപ്പോൾ എന്താ വായിച്ചത് എന്ന് വിചാരിച്ച് ഒന്നുകൂടിയും വായിച്ചു. അപ്പോൾ ശരിക്കും എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെ തന്നെ, നിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. നിനക്കത് ചിലപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഉയർത്തെഴുന്നേൽക്കും. നിൻ്റെ ഈ ദുഃഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിൻ്റെ ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ നിനക്കൊരു രണ്ടാമതൊരു ലോകം, നിനക്ക് ഒരു മോചനം നിനക്ക് ലഭിക്കും. നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. അപ്പോൾ എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ പ്രോബ്ലംസിനൊന്നും ഒരു സൊല്യൂഷനൊന്നും ഇതുവരെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര അധികം വിഷമം, എനിക്കറിയില്ല എന്താണ് നിങ്ങളോട് പറയേണ്ടത്. ആ ഒരു അത്രയും വലിയൊരു തെളിവിടെയാണ്. പക്ഷേ ആ ഒരു വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു പ്രകാശം എൻ്റെ ഉള്ളിലൂടെ പോയ പോലെ തോന്നി. എനിക്ക് വളരെ ഒരു ആശ്വാസം ലഭിച്ചു. എനിക്കത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അത്ര നേരം ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള എൻ്റെ മനസ്സിനെയൊക്കെ എനിക്ക് പിടിച്ചു കെട്ടാൻ പറ്റി. എനിക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടി. അതാണ് കറക്റ്റ് വാക്ക്. ഒരു ആശ്വാസം ലഭിച്ചു. എന്നെ ആരും ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ. വേറെ ആരുമല്ല, എൻ്റെ ദൈവം തന്നെയാണ്. കാരണം അവിടുന്ന് അറിയുന്നുണ്ട് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടുന്ന് കാണുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമില്ലേ ദാസ എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അത് അവിടുന്ന് നമുക്ക് കൃത്യസമയത്ത് തന്നെ നൽകും. അപ്പോൾ നമുക്ക് ആ വചനത്തിലൂടെ ഒന്ന് പോയാലോ? വചനം ഒന്ന് കേൾക്കാം.
അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്രാ, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പര്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇത് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയ പോലെ ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചോ? ശരിക്കും പറഞ്ഞാൽ ഈ വചനങ്ങളുടെ ശക്തി, അല്ലെങ്കിൽ ജീവനുള്ള വചനം എന്ന് നാം ഈ ബൈബിളിലെ ഓരോ വാക്യങ്ങളെയും പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും നമ്മുടെ ഓരോ സിറ്റുവേഷൻസിൽ അത് കറക്റ്റായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. നമുക്ക് അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം, അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജീവൻ നൽകുക തന്നെയാണല്ലേ. അതുകൊണ്ടാവാം അതിനെ ജീവൻ്റെ വചസ്സുകൾ എന്ന് പറയുന്നതും. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് മുഴുവനായും എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ പ്രോബ്ലംസ് സോൾവ് ആക്കി അങ്ങനെയൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, എൻ്റെ ദൈവം കാണുന്നുണ്ട്, എൻ്റെ വാക്കുകൾ എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്, എൻ്റെ കരച്ചിൽ കാണുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ മുൻപിലൂടെ ദൈവം കൊണ്ടുവന്നൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങളെ മറക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ജോസഫ് അച്ഛൻ, കൃപാസനം ജോസഫ് അച്ഛൻ അല്ലേ. അച്ഛൻ്റെ രാവിലത്തെ ഒരു സെഷനുണ്ട്, മോർണിംഗ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട്, ഡെയിലി മോർണിംഗ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, ഒരു 15 മിനിറ്റ് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. അത് ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളത് കേട്ടൊരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ വളരെ ആശ്വാസമുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ 5:30-ക്കാണ് എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ 5:30-ക്ക് എഴുന്നേറ്റത് കാണുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരിക്കലുമില്ല. കാരണം രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആ ഒരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നത് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ഫോണൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനത് കേട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ സാധാരണ എപ്പോഴും ഒരു രാവിലെ തന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വൈകുന്നേരത്തേക്കൊന്നും വരാറില്ല. പരമാവധി ഞാൻ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കത് ഞാനത് രാവിലെ കേട്ടു എന്നുള്ളൊരു വിചാരത്തിൽ, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അപ്പോഴേക്കും എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. പിന്നെ ഞാനത് രണ്ടാമത് ചാർജ് ചെയ്യാനൊക്കെ വെച്ച് പിന്നെ ആ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനത് ഇന്ന് രാവിലത്തെ സെഷൻ ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു ഓർമ്മയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ സംഭവം പ്രാർത്ഥന ഞാൻ ഇന്നത്തെ ഫുള്ള് കൂടിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ രാവിലെ അത് ആ പ്രാർത്ഥന കേട്ട് അത് കഴിയേണ്ട ആളാണ്. പക്ഷേ അത് എനിക്ക് ദൈവം മാറ്റി വെച്ചതുപോലെ തന്നെ ഞാൻ ആ പ്രാർത്ഥന ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാനത് ചെവിയിൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, വൈകിട്ടത്തെ ഡിന്നറിൻ്റെ സമയത്താണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് എനിക്ക് ദൈവം എന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന പോലെ എനിക്ക് വചനമൊക്കെ വായിച്ച് ആശ്വാസമൊക്കെ ലഭിച്ചെങ്കിലും പിന്നെയും എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നൊരു സമയമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രോബ്ലംസിനൊരു സൊല്യൂഷൻസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ ഇതാ ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ പുത്രനാണല്ലോ ഈശോ, അതായത് ദൈവം തന്നെയാണ്, ത്രിയേക ദൈവമാണല്ലോ ഈശോ. ആ ഈശോയ്ക്ക് ഉണ്ടായ പരീക്ഷണങ്ങളിൽ പോലും ദൈവത്തിന് കരുണ കാണിക്കാമായിരുന്നിട്ടും ദൈവം ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതായത് കുരിശുമരണം എന്ന് പറയുന്ന അത്രയും വലിയൊരു വേദന സഹിച്ചുള്ള ദുസ്സഹമായൊരു മരണത്തിൽ നിന്ന് സ്വന്തം പുത്രനെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ദൈവം അത് കേട്ടില്ല എന്നുള്ളതല്ല, ദൈവം അവിടെ ഒരു കരുണ കാണിച്ചിട്ടില്ല. ഓൾറെഡി ദൈവം എന്താണോ പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് കുരിശുമരണത്തിലൂടെ നമ്മളെപ്പോലുള്ള പാപികളായ മനുഷ്യരുടെ രക്ഷ ദൈവം വാഗ്ദാനം ചെയ്തത് നിറവേറ്റുകയാണ് അവിടെ ഉണ്ടായത്. എന്ത് വേണമെങ്കിലും ആവാമായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി
ആ സമയത്ത് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അദ്ദേഹം തലേദിവസം ഗെത്സമനി തോട്ടത്തിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു, ദൈവമേ കഴിയുമെങ്കിൽ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. അതായത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർ വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഈശോയ്ക്ക് അറിയായിരുന്നു പിറ്റേ ദിവസം താൻ ഈ നേരത്ത് അനുഭവിക്കാൻ പോകുന്ന വേദന, അല്ലെങ്കിൽ എത്ര ദുസ്സഹമായ മരണമാണ് താൻ നേരിടാൻ പോണതെന്നുള്ളത്. നമ്മളൊന്നും ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ മരണം മുൻകൂട്ടി നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? എല്ലാവരും പറയും രംഗബോധമില്ലാതെ കടന്നു വരുന്ന കോമാളിയെ പോലെയാണ് മരണം എന്നുള്ളത്. ശരിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മുൻകൂറായിട്ട് നമ്മുടെ മരണം നമ്മുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ ഒരു മിനിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈശോയ്ക്ക് അറിയാം പിറ്റേ ദിവസം താൻ എങ്ങനെയുള്ള മരണമാണ് തനിക്ക് ഉണ്ടാവാൻ പോകുന്നത്, എന്തോരം വേദന താൻ സഹിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ആ വേദന ഉള്ളിൽ സഹിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി പിതാവിനോട് യാചിക്കുന്ന, തൻ്റെ ഏക പിതാവിനോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതിൽ നിന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ വേദന രണ്ടുപേരുടെ ഉള്ളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പിതാവായ ദൈവം എന്താണ് അവിടെ അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനോ ഒന്നും നിന്നില്ല. എങ്ങനെയാണോ അവർ പ്ലാൻ ചെയ്തിരുന്നത്, എങ്ങനെയാണോ ആ പദ്ധതി അവർ നിറവേറ്റാൻ ഉദ്ദേശിച്ചിരുന്നത്, ആ രീതിയിൽ തന്നെയാണ് അവർ ആ പ്ലാൻ നിറവേറ്റിയത് അല്ലേ? അപ്പോൾ അപ്പോൾ അച്ഛൻ പറയുന്നത്, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം പുത്രനോട് ആ ഒരു കരുണ കാണിക്കാത്ത ദൈവം നമ്മളെപ്പോലുള്ളവരോട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അച്ഛനത് നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്, അപ്പോൾ ദൈവത്തിൻ്റെ പ്രകടമായ സ്നേഹം, ദൈവത്തിന് പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ദൈവം നമ്മളോട് അങ്ങനെ കാണിക്കാത്തത്. കാരണം ഉയർപ്പ് എന്ന് പറയുന്ന ആ ഒരു വലിയ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം, അല്ലെങ്കിൽ അത്രയും വലിയൊരു വിജയം ഒരിക്കലും ഒരാൾക്കും സാധ്യതമാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈശോ അന്നത്തെ ദിവസം കുരിശുമരണം വഹിക്കാതെ അത് പോരുന്നെങ്കിൽ കുരിശ് എന്ന് പറയുന്ന ആ ഒരു നീചമായ ചിഹ്നം ഒരു വിശുദ്ധ ചിഹ്നമായിട്ട് ഒരിക്കലും മാറുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ആ കുരിശുമരണം അത്രയും നീചമായ മരണമായ കുരിശുമരണം ഇത്രയും മഹത്വവൽക്കരിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ കാരണങ്ങളുണ്ടാവുമെന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഓൾറെഡി നമ്മൾ വചനങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ് ഈശോ എത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്നുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് വെറും തുലോം നിസ്സരരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്, ത്യാഗം ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ ദൈവസ്നേഹം ഒരിക്കലും ഒരു എന്താ പറയുക കണ്ടീഷണലായിട്ടുള്ളൊരു കാര്യമില്ല. അൺകണ്ടീഷണൽ ലവാണ് നമ്മുടെ ദൈവത്തിന് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല. നമ്മൾ വിചാരിക്കുക, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നമ്മളെ ദൈവം പരീക്ഷിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യം തരുന്നത്. ചിലപ്പോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനൊരു അപ്പുറത്ത് ഒരു നല്ലൊരു ഭാവി ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് അച്ഛൻ ആ പ്രസംഗത്തിലൂടെ തന്നത്. ശരിക്കും ഈ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിൽ എനിക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു നഷ്ടബോധമൊക്കെ മാറി. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ എന്താണോ മനസ്സിലേക്ക് ചിന്തിച്ചു കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു നിരാശ കുറ്റബോധമൊക്കെ എൻ്റെ ദൈവം കണ്ടറിഞ്ഞ് എനിക്ക് അച്ഛനിലൂടെ പറഞ്ഞു തരുന്നതായിട്ടാണ് തോന്നി. അല്ലെങ്കിൽ രാവിലെ ഞാൻ കണ്ടു കഴിയേണ്ട ആ ഒരു പ്രസംഗം എനിക്ക് വൈകിട്ട് എൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ ദൈവം എനിക്ക് പറഞ്ഞു തരില്ലായിരുന്നു. അതേപോലെ തന്നെ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ ഒരു വചനം ഇങ്ങനെ കാണുക ചെയ്തത്. എന്താണ്? എനിക്ക് നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അതെന്താവും ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കിട്ടിയ ഒരു വചനമാണ്, നാളെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട, നാളേക്ക് ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശം മതി, അതാണ് ഉചിതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്താ പറയുക, ദൈവം ഇങ്ങനെ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ ഓരോ വികാരങ്ങളും വിചാരങ്ങളും തൊട്ടറിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലും നമുക്ക് വലിയൊരു വിജയം തന്നെ കർത്താവ് നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു എസെക്കിയേൽ പ്രവാചകൻ്റെ ഈ ഒരു വചനത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്രിസ്ത്യൻസിനറിയാം, ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ
അസ്ഥികൂടങ്ങളുടെ നടുവിൽ ചെന്ന് നിർത്തിക്കൊണ്ട് എസെക്കിയേൽ പ്രവാചകന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തി. വെറും അസ്ഥികൂമ്പാരങ്ങളുടെ ഇടയിൽ നിന്ന് അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുന്നതും അവർ മനുഷ്യരായിട്ട് പുനർജനിക്കുന്നതും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത്. ആ ഭാഗമാണ് ഇന്ന് ആ ഒരു ഭാഗത്തിൽ ആ ഒരു വചനങ്ങളാണ് നമ്മൾ വായിച്ചും കേട്ടതും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളും നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള വലിയൊരു സന്ദേശമാണ് ദൈവം ഇന്ന് എന്നിലൂടെ നിങ്ങൾക്കും പകർന്നു തരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ വചനങ്ങൾ എന്താ പറയുക, ഒരുപാട് പേര് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കമൻറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, കടബാധ്യതകൾ മാറാൻ വേണ്ടി. കടബാധ്യതയാണ് മിക്കവരുടെയും പ്രശ്നം. കടബാധ്യത, അതുപോലെ ജോലി പെർമനൻ്റായി കിട്ടാനായിട്ട്, അതുപോലെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു റീതിങ്കിങ് അവർക്ക് ഉണ്ടാവണേ, ഒരു കുടുംബത്തെ നവീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ആ ഒരു വചനം കിട്ടട്ടെ എന്നുള്ള ആ ഒരു ഇതും കൂടി, ഒരു സന്ദേശം കൂടി ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടാകും. അതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാനായിട്ടുള്ള ഒരു കാരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരങ്ങളിലായിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ആ 3 സിറ്റുവേഷനിലൂടെയും ദൈവം എന്നെ പല രീതിയിൽ ചിന്തിപ്പിച്ചു. അത് നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ഇപ്പം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിക്കപ്പെടട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.